നമസ്കാരം, എല്ലാവർക്കും ODPSCയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ബയോളജിയിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളത് പഠിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അതിലിനി വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ്. ഓക്കെ, അതിൽ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും 3, 4, 5 ഈ 3 ചാപ്റ്റേഴ്സിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നതിനാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് ഏത് അവയവ വ്യവസ്ഥ? പറഞ്ഞിത്രയേ ഉള്ളൂ. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അന്തസ്രാവി വ്യവസ്ഥ. അതിൻ്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലായല്ലോ. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും, അതുപോലെ ഏകോപിപ്പിക്കുന്നു. ഓക്കെ, അന്തസ്രാവി വ്യവസ്ഥയാണ് പറഞ്ഞത്. അടുത്തത്, കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഏത്? നമുക്കറിയുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ടെക്സ്റ്റ് വായിച്ചില്ല എന്ന് മാത്രം വിചാരിക്കരുത്. അല്ലാതെ ജനറലായിട്ട് നമ്മൾ ചിലപ്പോൾ കേട്ട കാര്യങ്ങളായിരിക്കും. എന്താണ്? ഹോർമോണാണ്. ചോദ്യത്തിലേ ഉള്ളൂ. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോൺ. ഓക്കെ, അതാണ് ഹോർമോൺ. ഇനി കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഏത് ഹോർമോണാണ്? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നതാണ് ഇൻസുലിൻ, അല്ലേ? ഇൻസുലിൻ ഹോർമോണാണ്. അറിയാലോ, കരളും പേശികളാണ് ഇത് സംഭരിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ വെച്ചിട്ട് ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജനാക്കിയിട്ട് മാറ്റുന്നു. ഏത് ഹോർമോണാണ്? ഇൻസുലിനാണ്. എന്നാൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ധർമ്മം കൂടെ വഹിക്കുന്നത് ഏത് തന്നെയാണ്? ഇതേ ഇൻസുലിൻ തന്നെയാണ്. ഓക്കെ, ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു, ആ ഒരു ധർമ്മം കൂടെ ഇൻസുലിൻ തന്നെയാണ് വഹിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ധർമ്മം മനസ്സിലായി. ഓക്കെ, എന്നാൽ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഏത്? മാറിപ്പോയത്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ, അല്ലേ? ഗ്ലൈക്കോജൻ ഉണ്ട്. ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഓക്കെ, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ആണ്. എന്നാൽ ശ്രദ്ധിച്ചോ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിനാണ്. ഓക്കെ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനാണ്. റെഡി? അടുത്തത്, മാറിപ്പോയത് ശ്രദ്ധിക്കണം. ഈ ഗ്ലൂക്കഗോൺ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ അമിനോ ആസിഡുകളിൽ നിന്നാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് അമിനോ ആസിഡുകളിൽ നിന്നാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ്, സാധാരണഗതിയിൽ രക്തത്തിൻ്റെ നോർമലായിട്ടുള്ള ഒരാൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 100 മില്ലിയിൽ 70 മുതൽ 110 mg വരെയാണ്. ഓക്കെ, 70 to 110 mg/100 ml ആണ്. അതായത് നോർമലായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ്. എന്നാൽ ചില സാഹചര്യങ്ങൾ എന്തായിട്ടുണ്ടാവും, ഇത് 126 mg വരെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, 100 ml 126 mg വരെ ഗ്ലൂക്കോസ് എത്താറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമുക്കറിയാം, അത് നമ്മൾ നോർമലായിട്ട് നമുക്കറിയാം 70 മുതൽ 110 വരെയാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതാണ് അതിക്രമിച്ച് കൂടുതലായിട്ട് ഏതിലേക്ക് എത്തുന്നത്? 126 mg വരെ എത്തുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? പ്രമേഹം എന്ന് പറയും. അതാണ് പ്രമേഹം. അടുത്തത്, പ്രമേഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നോർമൽ നമ്മൾ കേട്ട തന്നെയായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലോക പ്രമേഹ ദിനം എപ്പോൾ? ലോക പ്രമേഹ ദിനം എപ്പോഴാണ്? നവംബർ 14-നാണ്, അല്ലേ? നവംബർ 14 എന്താണെന്ന് നമുക്കറിയാം, ശിശുദിനമാണ്, അല്ലേ? അപ്പോൾ ലോക പ്രമേഹ ദിനം എപ്പോൾ തന്നെയാണ്? നവംബർ 14 തന്നെയാണ്. അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് നീലവൃത്തമാണ്. ഓക്കെ, പ്രമേഹ ദിനം നവംബർ 14-നാണെന്ന് മനസ്സിലായി. അതിൻ്റെ ലോഗോ നീലവൃത്തമാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഏത് ടെസ്റ്റാണ്? മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. ഓക്കെ, എന്താണ് ബെനഡിക്ട് ടെസ്റ്റ്, അല്ലേ? അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥി ഏത്? നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത അന്തസ്രാവി വ്യവസ്ഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഓരോ ഗ്രന്ഥിയിലേക്ക് വരുവാണ്. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഓക്കെ, ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, അത് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ്. ഒന്ന് തൈറോക്സിൻ, നെക്സ്റ്റ് കാൽസിറ്റോണിൻ. ഓക്കെ, തൈറോക്സിനും പാരതൈറോക്സിനും അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ ഉള്ളവരുടെ കേസിലാണ് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ്. ഒന്ന് തൈറോക്സിനാണ്, രണ്ടാമത്തെയോ കാൽസിറ്റോണിൻ. ഓക്കെ, തൈറോക്സിൻ, കാൽസിറ്റോണിൻ അത് മാറിപ്പോയിട്ടുണ്ട്, അങ്ങനെ മാറിപ്പോകാറുണ്ട്. തൈറോക്സിനും ഈ തൈറോയിഡ് ഗ്രന്ഥി എന്നൊക്കെ പറയുമ്പോൾ തൈറോക്സിൻ, പാരാതെർമോൺ എന്നൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. തൈറോക്സിൻ, കാൽസിറ്റോണിൻ ഈ 2 ഹോർമോണാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത്
ഊർജ്ജോൽപാദനം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഊർജ്ജോൽപാദനം നടത്തുന്ന ആരാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അതിൻ്റെ കൂടെ കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നതും ഏത് തന്നെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥി തന്നെയാണ്. ഓക്കെ, കുട്ടികളിൽ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. ഇനി അതിൻ്റെ കൂടെ നമ്മളിനി പറയാൻ പോകുന്നത് അതിൻ്റെ തൈറോക്സിനും കാൽസിറ്റോണും എന്താണെന്ന് മനസ്സിലായി. അതിൻ്റെ ഓരോരോ ധർമ്മം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ കാര്യം ഇതാണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഏത്? തൈറോക്സിൻ. ഓക്കെ, എന്താണ്? ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. മനസ്സിലായല്ലോ. ഇനി തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ. നമുക്ക് തൈറോക്സിൻ എന്താണെന്ന് മനസ്സിലായി. തൈറോക്സിൻ്റെ ധർമ്മം പഠിച്ചു അല്ലേ? ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും എന്താണ്? മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും അതിൻ്റെ വികാസത്തെയൊക്കെ ത്വരിതപ്പെടുത്തുന്നത് ഏതാണ്? തൈറോക്സിനാണ്. എന്നാൽ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടുള്ള അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, എന്താണ്? പേര് നമുക്ക് തന്നെ ഉണ്ട്, ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോ മീൻസ് കുറയുക അല്ലേ? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോതൈറോയിഡിസമാണ്. ഇനി മുതിർന്നവരിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. മുതിർന്നവരിലും കുട്ടികളിലും ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിൽ വരുന്ന കുറവ് അത് 1-2 രോഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടൊന്ന് മനസ്സിലാക്കാം, ഒന്ന് പരിശോധിക്കാം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോതൈറോയിഡിസമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ മുതിർന്നവരിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് മിക്സിഡേമ. ഓക്കെ, മുതിർന്നവരിൽ മിക്സിഡേമ. ക്ലിയർ. അപ്പോൾ കുട്ടികളിൽ ക്രെട്ടനിസം. 2 രോഗങ്ങൾ, ഒന്ന് മിക്സിഡേമ, 2 ക്രെട്ടനിസം. ഓക്കെ, എന്താണെന്ന് മനസ്സിലായി. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കുറവ് മൂലം സംഭവിക്കുന്ന രോഗമാണ്. ക്ലിയർ അല്ലേ? അതിൽ മുതിർന്നവരിലാണ് എന്തുണ്ടാകുന്നത്? മിക്സിഡേമ. ഓക്കെ, തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് മിക്സിഡേമ. ആ പേര് തന്നെ, മുതിർന്നവർ മിക്സിഡേമ. അപ്പോൾ കുട്ടികളിൽ ക്രെട്ടനിസം. അതുപോലെ ആ ഒരു ഷോട്ടിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ആ വേർഡ് നോക്കിയാൽ മതി. കുട്ടികളിൽ ക്രെട്ടനിസം, മുതിർന്നവരിൽ മിക്സിഡേമ. ഓക്കെ, അത് കുറവ് മൂലമാണ്. ചില സാഹചര്യങ്ങൾ എന്താണ്? അമിതമായിട്ടുള്ള ഉൽപ്പാദനം ഉണ്ടാവാറുണ്ട് ഈ തൈറോക്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അതിന് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് നമ്മൾ പറഞ്ഞു ഹൈപ്പോ തൈറോയിഡിസമാണ്. അപ്പോൾ അമിതമായിട്ട് ഉൽപ്പാദനം കൂടുന്നു അല്ലേ? എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം. അത്രയേ ഉള്ളൂ. അടുത്ത കാര്യം, അയഡിൻ്റെ അഭാവം മൂലം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥ. അയഡിൻ്റെ അഭാവം മൂലം ഈ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില സാഹചര്യങ്ങൾക്ക് നമ്മൾ ഈ തൊണ്ടയുടെ ഭാഗത്ത് ഇങ്ങനെ അല്ലേ വ്യാപിച്ച് എൻലാർജ് ചെയ്ത് വന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണത്? അയഡിൻ്റെ അഭാവം മൂലം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന ഒരു അവസ്ഥയാണത്. അതിന് നമ്മൾ ഗോയിറ്റർ എന്നാണ് പറയുക. ഓക്കെ, ഗോയിറ്റർ കേട്ടിട്ടുണ്ടാകും. ഗോയിറ്റർ എന്നാണ് പറയുക. അടുത്ത കാര്യം, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ്. സാധാരണ അളവ്, നോർമൽ അളവാണ് പറയുന്നത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 9 മുതൽ 11 mg ആണ് 100 ml. ഓക്കെ, 9 to 11 mg/100 ml. ചില പുസ്തകത്തിൽ അത് 9 മുതൽ 10 വരെ എന്ന് കൊടുത്തിട്ടുണ്ട്. എസ് എൽ ടെക്സ്റ്റിൽ അത് കറക്റ്റായിട്ട് 9 മുതൽ 11 വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, വേരിയേഷൻ മനസ്സിലാക്കുക. 9 മുതൽ 11 mg/100 ml അതാണ് എന്താണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവാണ്. നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് വരും? 70 to 110 mg/100 ml എന്നുള്ളതും കൂടെ ഓപ്ഷനിലുണ്ടാവും. അതെന്താണ്? അത് ഗ്ലൂക്കോസിൻ്റെ അളവാണ് അല്ലേ? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവാണ്. ഇപ്പോൾ പറയുന്നത് എന്താണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവാണ്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. അടുത്ത ചോദ്യം, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന നേരം തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? നമ്മൾ ഓൾറെഡി പഠിച്ചു തൈറോയ്ഡ് ഗ്രന്ഥി 2 ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്നും കൂടെ ഓർത്തെടുത്ത് നോക്കി, എന്തൊക്കെയാണ്? തൈറോക്സിനും പിന്നെയോ കാൽസിറ്റോണിനാണ് അല്ലേ? തൈറോക്സിനും കാൽസിറ്റോണിനാണ്. അതിൽ തൈറോക്സിൻ്റെ ധർമ്മങ്ങളാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കൂടിയാലും കുറഞ്ഞാലും ഒക്കെയുള്ള രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ പറയുന്നത് എന്താണ്? രക്തത്തിൽ ഈ കാൽസ്യത്തിൻ്റെ അളവ്. ഇപ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ കേസിലേക്കാണ് പറയുന്നത്. കാൽസ്യത്തിൻ്റെ അളവ് എന്താണെന്നല്ലേ പഠിച്ചു കഴിഞ്ഞു. ഇനി ചോദ്യം നോക്കുക, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന സമയത്ത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? കാൽസിറ്റോണിൻ. ഓക്കെ, പേര് തന്നെ ഉണ്ട്. കാൽസ്യം വർദ്ധിച്ചാൽ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന സമയത്താണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നത്? ഈ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ ആണോ? അതെന്താണെന്ന് വിചാരിച്ചാൽ എന്തിനാണ്? ഈ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തിന് നമ്മൾ പറഞ്ഞു രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോഴാണല്ലോ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ധർമ്മം എന്തായിരിക്കും? വർദ്ധിച്ചിട്ടുള്ള രക്തത്തിൽ വർദ്ധിച്ച ഈ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്യും? നമ്മൾ അസ്ഥികളിലേക്ക് കൊണ്ടുവന്ന് അവിടെ സംഭരിക്കും. ഓക്കെ, അസ്ഥികളിൽ സംഭരിക്കും. അതാണ് അതിൻ്റെ ധർമ്മം. ഏതിൻ്റെ ധർമ്മം? കാൽസിറ്റോണിൻ്റെ ധർമ്മം. ക്ലിയർ ആണോ? ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാൽസ്യറ്റോണിൻ ഇങ്ങനെ ഭീകരമായിട്ട് എല്ലായിടത്തും പോയിട്ട് ഓക്കെ ഓവറായി വരുന്ന സാധനത്തിൽ കാൽസ്യത്തിനൊക്കെ നമ്മൾ അസ്ഥികളിൽ സംഭരിക്കുന്നു അല്ലേ? ചില സാഹചര്യങ്ങളിൽ എന്ത് വരും? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടി വരും. അതായത് ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ നമുക്ക് രക്തത്തിലേക്ക് വേണ്ടേ? അപ്പോൾ ഈ കാൽസ്യറ്റോൺ പോയിട്ട് വീണ്ടും അസ്ഥികളിൽ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ട് നിക്ഷേപിക്കില്ല. ആ ഒരു വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള ആ പണി എടുക്കുന്നത്. ഓക്കെ, ആ പണി എടുക്കുന്നത് ആരാണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് ആര്? പാരാത്തോർമോൺ. ഓക്കെ, ആരാണ്? പാരാത്തോർമോൺ.
അത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ പിന്നാമ്പുറത്ത് ഓക്കെ കുറച്ച് ഏകദേശം നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്തായിട്ട് ഓക്കെ അതിൻ്റെ ഉള്ളിൽ തൈറോയിഡിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വരുന്ന ഒരു ഗ്രന്ഥി ഉണ്ട്, അതാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ആ ഗ്രന്ഥിയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പാരാതോർമോൺ എന്ന് പറയുന്ന ചങ്ങാതിൻ്റെ ധർമ്മം എന്താണ്? ഈ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് ആവശ്യമായിട്ട് വരും. അവിടെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അതിലത്തെ കാൽഷ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ധർമ്മം. അപ്പോൾ മനസ്സിലാക്കുക, കാൽസ്യറ്റോൺ എന്താണെന്ന് മനസ്സിലായി. പാരാതെർമോൺ എന്തിനാണ്? അവിടെ കുറയുമ്പോൾ വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പാരാതെർമോൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഇതിനൊന്ന് തമാശ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ രക്തത്തിൽ കൂടുമ്പോൾ ഈ കാൽസ്യറ്റോൺ എടുത്ത് എല്ലാത്തിനും അസ്ഥിയിൽ കൊണ്ടിടും. അപ്പോൾ ഇവൻ കൊണ്ടിടുന്ന സമയത്തൊക്കെ പാരാതെർമോൺ പാരയാണ്. അപ്പോൾ അവനെന്ത് ചെയ്യും? ഇടുന്ന് അസ്ഥിയിലത്തെ സ്ഥാനത്തിന് കാൽസ്യത്തിനൊക്കെ തിരിച്ച് രക്തത്തിലേക്ക് ഇടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനാണ്. ഓക്കെ, തൈമോസിനാണ്. അത് തൈമസ് ഗ്രന്ഥിയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. തൈമസ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുണ്ട്. ഓക്കെ, ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് ആരാണ്? തൈമസ് ഗ്രന്ഥിയാണ്. ഓക്കെ, ഈ രോഗപ്രതിരോധത്തിനെ സഹായിക്കുന്നത് ആരാണ്? ടി ലിംഫോസൈറ്റാണ്. അതിൻ്റെ പാകപ്പെടലിനും പ്രവർത്തനത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ തൈമസ് ഗ്രന്ഥിയാണ്. അപ്പോൾ ആ ധർമ്മം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്? അടിയന്തര ഹോർമോൺ, എമർജൻസി ഹോർമോൺ ഏതാണ്? അടിയന്തര ഹോർമോൺ എന്ന് വെച്ചാൽ പേര് തന്നെ അടിയന്തരം, അഡ്രിനാലിൻ. ഓക്കെ, അഡ്രിനാലിനാണ് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. എപ്പിനെഫ്രിൻ എന്നും അത് പറയാറുണ്ട്. അതിൻ്റെ പേര് എപ്പിനെഫ്രിൻ എന്നും കൂടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അഡ്രിനാലിൻ എന്താണെന്ന് മനസ്സിലായി. അടിയന്തര ഹോർമോണാണ് എപ്പിനെഫ്രിൻ എന്നും കൂടെ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഓക്കെ, ഏതാണ്? കോർട്ടിസോളാണ്. ക്ലിയർ ആണല്ലോ. കോർട്ടിസോളാണ് ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ഇനി വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആരാണ്? വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് അൽഡോസ്റ്റിറോൺ. ഓക്കെ, ആരാണ്? അൽഡോസ്റ്റിറോൺ. ഓക്കെ, ആരാണ്? അൽഡോസ്റ്റിറോൺ. അപ്പോൾ ഇറക്കം മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് അൽഡോസ്റ്റിറോൺ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ഓക്കെ, പൈനിയൽ ഗ്രന്ഥി എന്നൊക്കെ കണ്ടിട്ടുണ്ടാകും. പീനിയൽ ഗ്രന്ഥി അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? മെലാറ്റോണിൻ. ഓക്കെ, മെലാറ്റോണിനാണ്. കാൽസിറ്റോണിൻ വേറെയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇത് മെലാറ്റോണിനാണ് ഉൽപ്പാദിപ്പിക്കുന്ന പീനിയൽ ഗ്രന്ഥിയാണ്. അപ്പോൾ ആരാണ് പീനിയൽ ഗ്രന്ഥി? ശരീരത്തിലെ ജൈവ ഘടികാരമാണ് പീനിയൽ ഗ്രന്ഥി. ഓക്കെ, അപ്പോൾ അത് മുന്നോട്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകൾ. അല്ലേ, നമുക്ക് വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുണ്ട്, അതിന് സഹായിക്കുന്ന ഗ്രന്ഥി, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഏതൊക്കെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതിൽ ആദ്യത്തെ കാര്യം, വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? സൊമാറ്റോട്രോപ്പിനാണ്. ഓക്കെ, ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അതിനാണ് നമ്മൾ വളർച്ചാ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. സംശയമില്ല. അടുത്തത്, വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ചയുണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭീമാകാരത്വം. ഓക്കെ, അല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്ന് പറയും. എന്താ സംഭവം? നമ്മൾ പറഞ്ഞു വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ഓക്കെയാണ്. ഈ വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം എല്ലാത്തിനും ഒരു മീഡിയത്തിൽ പോകണമല്ലോ. ഇതിൻ്റെ ഉൽപ്പാദനം പെട്ടെന്ന് കൂടിപ്പോകാറുണ്ട്. ഓക്കെ, ഉൽപ്പാദനം കൂടിയാൽ എന്ത് ചെയ്യും? അമിതമായിട്ട് ശരീരം വളരും. ഓക്കെ, അമിതമായി ഉണ്ടാകുന്ന ഈ ശരീര വളർച്ചയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു രോഗാവസ്ഥയാണ് ഭീമാകാരത്വം. ഭീമാകാരത്വം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കുക. ഭീമാകാരത്വം. ഓക്കെ, ശരീരം അമിതമായി വളരുന്ന അല്ലേ ആ ഒരു അവസ്ഥയാണ്. അതിന് നമ്മൾ ജൈജാൻറ്റിസം എന്നും കൂടെ പറയും. അപ്പോൾ അത് മനസ്സിലാക്കി നോക്കുക. ഭീമാകാരത്വം അതിൻ്റെ ഇംഗ്ലീഷ് വേർഡും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോ. ജൈജാൻറ്റിസം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ ആവശ്യമായിട്ടുള്ള രീതിയിൽ സൊമാറ്റോട്രോപ്പിൻ കിട്ടാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഇത് ആവശ്യത്തിലധികം വരുന്നതാണ് ഭീമാകാരത്വം. അപ്പോൾ ആവശ്യത്തിന് എന്താണ് ഇതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? വളർച്ച മുരടിക്കും. ആ അവസ്ഥയാണ് വാമനത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഡ്വാർഫിസം. ക്ലിയർ. വാമനത്വം എന്ന് പറയും ഉൽപ്പാദനം കുറഞ്ഞു പോയാലുള്ള അവസ്ഥ. അതും കൂടെ മനസ്സിലാക്കുക. ഇനി വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ലുകൾ, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ. വളർച്ചാ ഹോർമോണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ഈ വളർച്ചാ ഘട്ടം ഉണ്ടല്ലോ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളർച്ച നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ ഒരു വളർച്ചാ ഘട്ടത്തിന് ശേഷം ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ സൊമാറ്റോട്രോപ്പിൻ ഇങ്ങനെ അമിതമായി ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ മുഖങ്ങളും താടിയെല്ല്, വിരലുകൾ ഇതൊക്കെ ഇവിടുത്തെയൊക്കെ അസ്ഥികൾ വളരാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. ഓക്കെ, അക്രോമെഗാലി.
ക്ലിയർ അല്ലേ? ആ ഒരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഇമേജൊക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലേക്ക് നിൽക്കും. അക്രോമേഗാലിയാണ്. ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് പലപ്പോഴും മാറിപ്പോയിട്ട് കാണാറുണ്ട്. ഒന്ന്, മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മുലപ്പാൽ ഉൽപ്പാദനം, പ്രൊഡക്ഷനാണ്. പ്രോലാക്റ്റിൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രോലാക്റ്റിൻ. ഓക്കെ, ഉൽപ്പാദനത്തെ സഹായിക്കുന്നത് പ്രോലാക്റ്റിൻ ആണ്. ക്ലിയർ അല്ലേ? അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഒരു മുൻതളമുണ്ട്. മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. എന്നാൽ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഓക്സിറ്റോസിനാണ്. ഓക്കെ, ഏതാണ്? ഓക്സിറ്റോസിനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഉൽപ്പാദനത്തെ സഹായിക്കുന്നത് പ്രോലാക്റ്റിനാണ്, അത് ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ്. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇത് നമ്മൾ പ്രോലാക്റ്റിൻ ഓക്സിറ്റോസിൻ എന്ന് മനസ്സിലാവും. പക്ഷേ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഇത് ഉൽപ്പാദനത്തിനാണോ അല്ല ചുരത്താനാണോ എന്നില്ല, നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. സാധാരണയായിട്ട് അങ്ങനെ വരാറുണ്ട്, കൺഫ്യൂഷൻ വരും, ഉറപ്പാണ്. സോ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. പ്രൊഡക്ഷൻ, പ്രോലാക്റ്റിൻ, ആ ഒരു വേർഡ് തന്നെ നമുക്ക് മാറിപ്പോവില്ല. ഒന്ന് ഫിക്സ് ചെയ്താൽ ബാക്കി നമുക്ക് കിട്ടും. അടുത്തത്, വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഓക്കെ, വാസോപ്രസിൻ. ഇപ്പോൾ നമ്മൾ ഓക്സിറ്റോസിൻ കിട്ടിക്കഴിഞ്ഞു, ഇത് വാസോപ്രസിനാണ്. ക്ലിയർ? വാസോപ്രസിനാണ് ഹോർമോൺ. അത് നമ്മൾ ADH എന്നും കൂടി പറയും, അതായത് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും കൂടെ പറയാറുണ്ട്. വാസോപ്രസിൻ തന്നെയാണ്. ADH എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഈ ADH. അടുത്തത്, ഈ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഈ സാധനത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇതിനെ വാസോപ്രസിനെ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളിൽ. ഇനി ഇത് സംഭരിക്കുന്ന എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ് ഈ വാസോപ്രസിൻ സംഭരിക്കുന്നത്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങൾ. ഓക്കെ ആണല്ലോ? ഇനി വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. ഓക്കെ, വൃക്കയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഓക്കെ, അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വൃക്കയിലേക്കുള്ള ജലത്തിൻ്റെ ആ ഒരു പുനരാകിരണം അത് കുറയും. ഓക്കെ, അതിൻ്റെ അവിടുത്തെ ആ ഒരു ഫംഗ്ഷൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അമിതമായിട്ടുള്ള അളവിൽ, അല്ലെങ്കിൽ കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളും അല്ലേ? ഇങ്ങനെ പോകും. ആ ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഇനി ഓക്കെ, ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഏതാണ്? ഫിറമോണുകൾ. ഓക്കെ, ഫിറമോണുകൾ എന്നാണ് പറയുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഉറുമ്പുകളൊക്കെ വരിയായിട്ട് പോകുന്നതും അല്ലെ, കടന്നൽ കൂട്ടങ്ങളൊക്കെ ഒരുമിച്ച് തേനീച്ച കൂട്ടങ്ങളൊക്കെ പോകുന്നത് ഒക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഈ ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അവർ ആശയവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തുക്കളാണ് ഇത്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, പട്ടുനൂൽ പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോൺ ഏതാണ്? പട്ടുനൂൽ ശലഭത്തിലെ ഫിറമോണാണ് എന്താണ്? ബോംബിക്കോൾ. ഓക്കെ, എന്താണ്? ബോംബിക്കോൾ. ഓക്കെ, ബോംബിക്കോൾ. എന്നാൽ വെരുക്. ഓക്കെ, വെരുക് എന്ന് പറഞ്ഞ ഒരു ജീവി, അത് ഉൽപ്പാദിപ്പിക്കുന്നത് സിവറ്റോൺ. ഓക്കെ, വെരുക് ഉൽപ്പാദിപ്പിക്കുന്നത് സിവറ്റോൺ ആണ്. പട്ടുനൂൽ പുഴുവിൻ്റെ ഏതാണ്? ബോംബിക്കോളാണ്. ഓക്കെ, ഇനി സസ്യങ്ങളിൽ സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ സസ്യങ്ങളിൽ സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ജിബർലിൻ. ഓക്കെ, ജിബർലക്ക എന്നൊക്കെ പറയുന്ന പോലെ ജിബർലിൻ. അതാണ് ഈ സമൃദ്ധാഹാരത്തെയൊക്കെ വിഘടിപ്പിച്ച് വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ. ഓക്കെ, ഇല വിരിയാനൊക്കെ സഹായിക്കുന്നത് ഇത് തന്നെയാണ്. ജിബർലിൻ തന്നെയാണ്. ഇനി ഫലരൂപീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. ഓക്കെ, സസ്യങ്ങളിൽ ഫലരൂപീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഓക്സിനാണ്. ക്ലിയർ അല്ലേ? അഗ്രമുകുളത്തിൻ്റെ വളർച്ച, അതുപോലെ കോശ ദീർഘീകരണം, ഇതിനൊക്കെ സഹായിക്കുന്നത് ഓക്സിൻ തന്നെയാണ്. അഗ്രമുകുളത്തിൻ്റെ വളർച്ചയെയും കോശ ദീർഘീകരണത്തെയൊക്കെ സഹായിക്കുന്നത് തന്നെയാണ്? ഈ ഫലരൂപീകരണത്തിന് സഹായിക്കുന്ന ഓക്സിനാണ്. ഓക്കെ, അടുത്തത്, കോശവിഭജനം, കോശവൈവിധ്യവൽക്കരണം എന്നിവയെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കോശവിഭജനം, അതുപോലെ കോശവൈവിധ്യവൽക്കരണം, അതിനൊക്കെ സഹായിക്കുന്നത് സൈറ്റോകിനിനാണ്. ഓക്കെ, സൈറ്റോകിനിൻ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ. ക്ലിയർ അല്ലേ? ഇനി ഭാഗമായിട്ടുള്ള ഇലകളും കായകളൊക്കെ പൊഴിയാൻ സഹായിക്കുന്നത് ഏതാണ്? അബ്സിസിക് ആസിഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളും ഫലങ്ങളും പാകമാകുവാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇലകളും ഫലങ്ങളൊക്കെ പാകമാകാൻ സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് എഥിലിൻ. ഓക്കെ, അത് വാതക രൂപത്തിലുള്ള ഹോർമോണാണ്, എഥിലിനാണ്. ഓക്കെ, അപ്പോൾ വാതക രൂപത്തിലുള്ള ഹോർമോൺ എന്ന് കേട്ടാൽ മനസ്സിലാക്കണം, എഥിലിനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത്യാവശ്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് അത് അങ്ങോട്ട് അതിനെ മാറ്റാൻ പാടില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? എലിപ്പനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണെന്ന് നമുക്കറിയാം. അപ്പോൾ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. ഓക്കെ, ലെപ്റ്റോസ്പൈറ
ബാക്ടീരിയ. ഇതിൽ 4th ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടന്നത്. അതിൽ കൂടുതലും രോഗങ്ങളെ പറ്റിയിട്ടാണ്, രോഗകാരികളൊക്കെ കുറിച്ചാണ്. അങ്ങനെ ആഴത്തിലൊന്നും പോകുന്നില്ലെങ്കിലും ബേസിക്കായിട്ട് അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയക്ക് കാരണക്കാരനായ രോഗകാരി ഏതാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന രോഗകാരി, അതായത് ബാക്ടീരിയ ആണ് പറയുന്നത്. അപ്പോൾ ഡിഫ്തീരിയക്ക് കാരണമായിട്ടുള്ള രോഗകാരി കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. അപ്പോൾ എലിപ്പനിൻ്റെ ലെപ്റ്റോസ്പൈറയാണ്, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ്. ഇത് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ഷയരോഗം ഉണ്ടാക്കുന്നതോ? ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ രോഗകാരിയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, നമുക്കറിയാം TB അതാണ് ക്ഷയം എന്നറിയാം, ട്യൂബർകുലോസിസ് ആണ്. അപ്പോൾ പേര് തന്നെയുണ്ട് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, ഈ BCG വാക്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ഷയരോഗത്തിനെതിരെയാണ്. ഓക്കെ, B ആണ് BCG വാക്സിൻ. ക്ലിയർ. ഇനി എയ്ഡ്സിന് കാരണമായ വൈറസ് ഏത്? എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? നമുക്കറിയുന്നതാണ് HIV വൈറസ് ആണ് അല്ലേ. HIV വൈറസിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. ക്ലിയർ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV കാരണമാകുന്നത്. ഓക്കെ, HIV വൈറസ് മീൻസ് എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ്. ഇനി എയ്ഡ്സ് എന്നുള്ള ആ ഒരു വേർഡിൻ്റെ ഫുൾ ഫോം കൂടി ഇതൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേർഡിൻ്റെ ഫുൾ ഫോം കൂടി പഠിക്കണം. AIDS. ഓക്കെ, എയ്ഡ്സ് എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലേ. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണക്കാരനായ വൈറസ് HIV വൈറസ് ആണ്. ഓക്കെ, അതാണ്. അടുത്തത് പിത്തരസത്തിലെ വർണ്ണവസ്തു ഏത്? പിത്തരസത്തിലെ വർണ്ണവസ്തു, നല്ല പേരാണ്. പിത്തരസത്തിലെ വർണ്ണവസ്തു ഏതാണ്? ബിലിറൂബിനാണ് അല്ലേ. എന്താണ്? ബിലിറൂബിനാണ് പിത്തരസത്തിലെ വർണ്ണവസ്തു. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ഇത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഏത് തരം രോഗമാണെന്നാണ്? എന്താണ്? വൈറൽ ഡിസീസാണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഒരു കാര്യം, നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ബാക്ടീരിയൽ ഡിസീസ് ചെയ്ത് വൈറൽ ഡിസീസ് ചെയ്ത് എന്നൊക്കെ ചോദിക്കും അല്ലേ. ആ രീതിയിലാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരിക. കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. 4 ഓപ്ഷൻ ആയിട്ട് ഇതിൽ വൈറസ് ഉണ്ടാക്കുന്ന രോഗം ഏത്, അല്ലെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏത്, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. നമ്മളെ തന്നെ ഒരു വീഡിയോ ആണ്, അതായത് ബാക്ടീരിയൽ വൈറൽ ഡിസീസ്, ഈ കൊതുക് വരുന്നൊക്കെ ഡിസീസിന് നമുക്ക് ഈസി ആയിട്ട് ട്രിക്ക് വെച്ചിട്ട് കോഡ് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഒറ്റ വാക്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത്, അതായത് രോഗം കണ്ടു കഴിഞ്ഞാൽ ബാക്ടീരിയ ആണോ അല്ല വൈറൽ ഡിസീസ് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കോഡ് സഹിതം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലവർ വീണ്ടും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സമയം കളയണ്ട. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആ വീഡിയോ ഉണ്ട്. ഓക്കെ, അല്ലാതെ തന്നെ കൺഫ്യൂഷൻ ഇല്ലവരുണ്ടെങ്കിൽ, തെറ്റെന്ന് ഉറപ്പില്ലവരുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് പോയിട്ട് കാണുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലത്തെ ആ ഒരു രണ്ട് വേർഡ് ഷോർട്ട് കട്ട് കോഡായിട്ടുണ്ട്, അത് മനസ്സിലാക്കി എടുത്താൽ നിങ്ങൾക്ക് ഏത് രോഗം കണ്ടാലും മനസ്സിലാവും. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഐഡിയ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കാണേണ്ട, സമയം കളയണ്ട. അല്ലാത്തവരെന്ത് ചെയ്യുക, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതും കൂടെ അവിടെ വെച്ചു. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഈ വട്ടച്ചൊറി താരൻ, ഓക്കെ, താരനും വട്ടച്ചൊറിയൊക്കെ നമുക്കറിയുന്നത് തന്നെയാണ്. അത് ഫംഗൽ ഡിസീസ് ആണെന്നില്ല മനസ്സിലാക്കണം. ഓക്കെ, ഫംഗസ് ആണ് അതിൻ്റെ രോഗകാരി. ഫംഗൽ ഡിസീസാണ് ഈ വട്ടച്ചൊറി, അതുപോലെ താരൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി വിരലിൻ്റെ ഇടയിലും പാദങ്ങളിലൊക്കെ ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമുണ്ട്. ഓക്കെ, വിരലുകൾക്കിടയിലും പാദങ്ങളിലൊക്കെ ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു രോഗം, അതാണ് അറ്റ്ലസ് ഫൂട്ട്. ഓക്കെ, അറ്റ്ലസ് ഫൂട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ മനസ്സിലാക്കുക. ഇനി പ്രോട്ടോസോവൻ ഡിസീസാണ് ഈ മലമ്പനി ആക്ച്വലി പ്രോട്ടോസോവൻ ഡിസീസാണ്. ഓക്കെ, പ്രോട്ടോസോവൻ ഡിസീസാണ് മലമ്പനി. അത് പരത്തുന്നവരാണ് അനോഫിലസ് പെൺകൊതുകാണ്. ഓക്കെ, അനോഫിലസ് പെൺകൊതുകാണ്. അത് പ്രോട്ടോസോവൻ ഡിസീസാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. അടുത്തത് അതേപോലെ തന്നെയാണ് മന്തുരോഗം. ഇതും നമുക്കറിയാം കൊതുക് പരത്തുന്ന രോഗമാണല്ലോ, ക്യുലെക്സ് കൊതുവാണ്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി വെക്കണം. ഈ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോട്ടോസോവൻ ഡിസീസായിട്ടുള്ള മലമ്പനിൻ്റെ കൊതുകൊക്കെ ഏതെന്നുള്ളതൊക്കെ ചോദ്യം വരുന്നതാണ് അനോഫിലസ് ആണ്. എന്നാൽ മന്തുരോഗം ഉണ്ടാക്കുന്നത് ആരാണ്? ക്യുലെക്സ് കൊതുവാണ്. ഓക്കെ, ഫൈലേറിയം വിരയാണ് അതിൻ്റെ കാരണക്കാരി. രോഗമാണെന്ന് പറയുന്നത് ഫൈലേറിയം വിരകളാണ്. ക്യുലെക്സ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മന്തുരോഗം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നത് വഴി ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് മന്തുരോഗം. അതാണ് ആ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മളെ ആ ഒരു ശരീരഭാഗം തന്നെ വീങ്ങി വണ്ണം വെച്ച് വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. എന്താ അത്? ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നത് വഴി ലിംഫിൻ്റെ പ്രവാഹം അവിടെ തടസ്സപ്പെടുന്നു. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് എൻലാർജ് ചെയ്ത് വരും, അതാണ് മന്തുരോഗം. ഓക്കെ, മന്തുരോഗം ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞു ഫൈലേറിയം വിരകളാണ്. ഈ വിരകളാണ് തങ്ങി നിൽക്കുന്ന ലിംഫ് വാഹിയിൽ. ഓക്കെ, ക്യുലെക്സ് കൊതുവാണ് ഇതിൻ്റെ പരത്തുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്പ്രെഡ് ചെയ്യുന്നത് ക്യുലെക്സ് കൊതുകുകളാണ്. അതും കൂടെ മനസ്സിലാക്കണം. അടുത്തത് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെങ്കിൽ രക്തം നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് ഏത്? അറിയുന്നതാണ്. എന്താണ്? ഹീമോഫീലിയാണ് അല്ലേ. ചെറിയ മുറിവുകളിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. അടുത്തത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം വരികയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഏത്? സിക്കിൾ സെൽ അനീമിയ.
ഓക്കെ, സിക്കിൾ സെൽ അനീമിയ എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം വരും. ഓക്കെ, അതിൻ്റെ തൽഫലമായിട്ട് ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. ഈ രക്താണു എന്ത് ചെയ്യും? എന്താണ് ചെയ്യുന്നത്? അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് രക്തകോശങ്ങൾ എന്ത് ചെയ്യും? അരിവാൾ രൂപത്തിലേക്കാവും. അതാണ് സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രൂപത്തിലേക്ക് ആവുന്ന രോഗാവസ്ഥ, അതാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ്റെ സംവഹനം നടത്തുന്നവരാണ് അരുണ രക്താണുക്കളാണെന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു ക്വസ്റ്റ്യനാണ്, അരുണ രക്താണുക്കളാണെന്നുള്ളത്. ഓക്കെ, അതൊരു പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ അരുണ രക്താണുക്കളാണ്, അതും കൂടെ മനസ്സിലാക്കുക. അടുത്തത് കുറച്ച് രോഗങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് തൊഴിൽജന്യ രോഗങ്ങൾ, നമ്മൾ ചില തൊഴിലിടങ്ങൾ അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് 1-2 രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള 1-2 മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ഓക്കെ, ന്യൂമോകോണിയോസിസ് അതെവിടെയാണ്? ഈ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്നവർക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. ഓക്കെ, കോണിയോസിസ് ക്ലിയർ ആണല്ലോ. അടുത്ത സിലിക്കോസിസ് എന്താണ്? ഈ സ്വർണം, ടിന്ന്, മൈക്ക, അതുപോലെ ക്വാറി, മൺപാത്ര നിർമ്മാണം ആ ഒരു മേഖലയിലുള്ളവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്വർണം, ടിന്ന്, മൈക്ക എന്നീ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, അടുത്ത നമ്മൾ കുറച്ച് സസ്യങ്ങളിലേക്ക് വരുവാണ്. സസ്യങ്ങൾ ഉണ്ടാകുന്ന രോഗത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ രോഗം ഇതാണ്, നെൽച്ചെടികളിൽ ഉണ്ടാകുന്ന രോഗം. ബ്ലൈറ്റ് രോഗം ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നെൽച്ചെടിയിലേക്ക് ഉണ്ടാകുന്ന ബ്ലൈറ്റ് രോഗം അതെന്താണ്? ബാക്ടീരിയൽ ഡിസീസാണ്. ഓക്കെ, ബ്ലൈറ്റ് രോഗം. അതിൻ്റെ കൂടെ തന്നെ വഴുതനയിലുണ്ടാകുന്ന വാട്ടരോഗം ഇതൊക്കെ എന്താണ്? ബാക്ടീരിയൽ ഡിസീസാണ്. ഓക്കെ, നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം, ഇത് രണ്ടും എന്താണ്? ബാക്ടീരിയൽ ഡിസീസാണ്. ഇനി നമുക്കറിയാം ദ്രുതവാട്ടം. ഓക്കെ, അതുപോലെ തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ കേട്ടിട്ടുണ്ട്. ഈ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ ഇത് രണ്ടും എന്താണ്? ഫംഗൽ ഡിസീസാണ്. ഓക്കെ, ഫംഗസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. ഇപ്പോൾ രോഗകാരി ഫംഗസാണ്. നേരത്തെ പറഞ്ഞ ബാക്ടീരിയ ബ്ലൈറ്റും വാട്ടരോഗം. ഓക്കെ, ബ്ലൈറ്റ് വാട്ടരോഗം അത് രണ്ടും വരെയാണ് ബാക്ടീരിയ ആണ്. ബ്ലൈറ്റ് ഉണ്ടാകുന്ന നെൽച്ചെടിയിൽ ആണ് ബ്ലൈറ്റ് രോഗം ഉണ്ടാകുന്നത്. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി വാഴയിലെ കുറുതാമ്പ് രോഗം അത് എന്താണ്? വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ്. അതിൻ്റെ കൂടെ പയറ്, മരച്ചീനി, ഓക്കെ, ഇതിലൊക്കെ ഉണ്ടാകുന്ന മൊസൈക്ക് രോഗം, മരച്ചീനിലെ മൊസൈക്ക് രോഗം ഇതിൻ്റെയൊക്കെ കാരണം ഏതാണ്? വൈറസാണ് രോഗകാരി. ഓക്കെ, വാഴയിലെ കുറുനാമ്പ് രോഗത്തിൻ്റെ കാരണം വൈറസാണ്, വൈറൽ ഡിസീസാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പയറ്, മരച്ചീനിലൊക്കെ ഉണ്ടാകുന്ന മൊസൈക്ക് രോഗം അതും ആരുണ്ടാക്കുന്നതാണ്? വൈറസാണ്. ഓക്കെ, വൈറസാണ് അതിൻ്റെ രോഗകാരി. ഇനി ആന്ത്രാക്സ്, അകിട് വീക്കം അതെന്താണ്? ബാക്ടീരിയൽ ഡിസീസാണ്. നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു എന്താണ്? നെൽച്ചെടിയിലുണ്ടാകുന്ന ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗമൊക്കെ ബാക്ടീരിയ ആണ്. അതിൻ്റെ കൂടെ തന്നെ ജന്തുക്കളിലേക്ക് വരുമ്പം ആന്ത്രാക്സ് അതുപോലെ അകിട് വീക്കം ഇത് രണ്ടും എന്താണ്? ബാക്ടീരിയൽ ഡിസീസാണ്. കൂടാതെ തന്നെ കുളമ്പ് രോഗം. ഓക്കെ, ജീവികൾ പശുവിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുളമ്പ് രോഗമൊക്കെ എന്താണ്? വൈറസ് ഡിസീസാണ്. ഓക്കെ, അപ്പം ജന്തുക്കളിലേക്ക് വരുമ്പോൾ ആന്ത്രാക്സും അകിട് വീക്കമാണ് എന്ത് രോഗം? ബാക്ടീരിയൽ ഡിസീസ്. കുളമ്പ് രോഗം വൈറൽ ഡിസീസാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോൾ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലെങ്ത്ത് കൂടി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ചാപ്റ്റേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. ഇതിൻ്റെ പിന്നാലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം.